ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മുറ്റത്തു നിന്നാണ് തുടങ്ങിയത്. കാരണം രാവിലെ എണീറ്റ് മക്കളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവർ സ്കൂളിൽ പോയി. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് തിരുമ്പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നോക്കാം, കൂടെ നമുക്ക് മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ചു. ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇടാം, എൻ കേസ് നാളെ പെരുന്നാളാണെങ്കിലോ എന്നും വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. അടിച്ചു വാരി ചെറിയ ചെറിയ പുല്ലുകൾ, ഷീറ്റിൻ്റെ ഇടയിൽ കൂടെ വന്ന ചെറിയ പുല്ലുകൾ അപ്പുറത്ത് കുറച്ച് അധികം ഉണ്ട്. അതൊന്നും തൊടുന്നില്ല, കാരണം അതൊക്കെ തൊടാന്ന് കഴിഞ്ഞാൽ എനിക്ക് നടുവടിയും. കാരണം ഇന്ന് ഉസ്താദ്മാരെ ചിലവും കൂടി ഉണ്ട്. ഉസ്താദിൻ്റെ ചിലവ്, ഈ പള്ളിയിലൊരു ഉസ്താദുള്ളൂ. അപ്പോൾ ഉസ്താദിന് ചിലവും കൂടി കൊടുക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മുറ്റം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗരം മസാല ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് റോസ്റ്റ് ചെയ്ത് പൊടിച്ചു വെച്ചു. അതിൻ്റെ ഇടയിൽ മോന് വിശന്നിട്ട് വന്നിരുന്നു. അപ്പോൾ അവനക്ക് ദോശ ഉണ്ടാക്കണം കേട്ടോ. ദോശ, ഗുഡ് ബൈ. അപ്പോൾ അവനക്ക് ഈ പരന്ന സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ ചപ്പത്തിയാണ്. അപ്പോൾ ഞാൻ ദോശ എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ സംസാരം കേൾക്കാൻ ഭയങ്കര രസമാണ്, ക്യൂട്ടായിട്ടുള്ള സംസാരങ്ങളാണ് കേട്ടോ. അവനിപ്പോൾ കുറേ സംസാരങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. പിക്കാക ഇനിയിപ്പോൾ നാളെ പെരുന്നാളാണെങ്കിലും എന്ന് വിചാരിച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫിത്ര സക്കാത്തിൻ്റെ അരിയും സംഭവങ്ങളും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാണ്ട് ചിലവ് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ഒത്തിരി മുന്നത്തെ ദിവസമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നക്ക് തരുമെന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു. അപ്പോൾ നോമ്പ് ഉസ്താദിന് കൊടുക്കാനുള്ള സമയത്തേക്കുള്ള പക്കോടയുടെയും പിന്നെ അതേപോലെ പഴംപൊരിൻ്റെയും ബാറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോനക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റാനുള്ളതാണ് കേട്ടോ. പെരുന്നാളെന്നറിയാൻ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ക്ലീൻ ആക്കുകയെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അടുത്ത് ക്ലീൻ ആക്കണ്ടേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ മുന്നേ തന്നെ ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാത്തു വിശന്നിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, രാവിലെ മുതലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചിക്കൻ കഴുകുമ്പോൾ അതിന് ഒരു ചിക്കൻ എടുത്ത് കട്ട് പീസാക്കിയിട്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ അവൾ ഓടിയൊന്നു കേട്ടോ, കാരണം വിശന്നിട്ടാണ് അവൾ കിടക്കുന്നത്, കരഞ്ഞിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി വിശന്നിട്ടാണ് എന്ന്. വിശപ്പുള്ള സമയത്ത് മാത്രം അവൾ ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ വരുള്ളൂ അടുക്കളയിലേക്ക് കേട്ടോ. അപ്പോൾ അവൾക്കുള്ള കൊടുത്തപ്പോൾ അവൾ പാത്രമൊക്കെ ഫുള്ള് ക്ലീനാക്കി നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കഴിച്ചു കേട്ടോ എല്ലാം. അപ്പോൾ അങ്ങനെ അത് നോക്കിയിട്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു. അത് ഇന്ന് കുറേ പണികൾ എടുക്കുന്ന ഒരു ദിവസമാണ്. പ്രതീക്ഷിക്കാണ്ട് ഒരു നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അങ്ങോട്ട് പോയി. അപ്പം ഞാനും കുട്ടികളും മാത്രമാണ് പിന്നെ ഉള്ളത്. പണികളും കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ മുറ്റമൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വലിയ ഷീറ്റ്, ചെറിയ ഷീറ്റുകളൊക്കെ മാറ്റിയിട്ട് ആ വലിയ ഷീറ്റ് ഒന്നിച്ച് വിരിച്ചാലോ, അറ്റം വരെ വിരിച്ച് കഴിഞ്ഞാൽ അവിടെ കൂടി പുല്ല് മുളക്കാണ്ടിരിക്കുമല്ലോ എന്നുള്ള ഐഡിയയിൽ ഞാനത് അവിടെ കൊടുന്നിട്ടു. പക്ഷെ അതവിടെ കൊടുന്നിടാൻ പെട്ടപ്പാട് ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ. കാണുന്ന പോലെ ഒന്നുമില്ല, നല്ല വെയിറ്റുള്ള സാധനമായിരുന്നു കേട്ടോ. അതിക്കാകെ ഫ്രണ്ടിൽ വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുന്നതാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് ഷീറ്റ് വിരിക്കുന്നതിൽ ഒരു താല്പര്യമില്ല. കുറേ പ്ലാനിങ്സ് ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങ് സെറ്റാവുന്നില്ല. എന്തെങ്കിലും ഒരിക്കൽ സെറ്റാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം തന്നെ പത്തിരി പരത്താൻ വേണ്ടി നിന്നു. അപ്പോൾ ഇമ്മ അവിടെ ചുടാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മോന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. നല്ല കരച്ചിൽ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവനെടുത്തിട്ട് നിന്നോ, ഞാൻ ചുട്ടുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് പരത്തലും ചുടലും ഒക്കെ കഴിഞ്ഞപ്പോൾ നടു ഒടിഞ്ഞു കേട്ടോ. അങ്ങനെ ഒന്നാമത് സ്ലാവുമ്പോൾ കുമ്പിട്ടിട്ട് നിൽക്കണോണ്ട് അത്രയും ഒരു ഭയങ്കര ഒരു വേദനയാണ് തണ്ടൽ. പിന്നെ അപ്പം അങ്ങനെ എല്ലാം പരത്തി. പിന്നെ ഉസ്താമാർക്ക് റമദാൻ തുടങ്ങിയിട്ട് ഞങ്ങളങ്ങനെ പത്തിരി ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ. ഓരോ സ്ഥലത്ത് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്നല്ലാണ്ട് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പത്തിരിയും ചിക്കൻ കറിയും പിന്നെ അതേപോലെ ദോശയും ബാജിയും പിന്നെന്താ ചട്നിയും ഒക്കെ ഉണ്ടാക്കണം. കാരണം നോമ്പ് തുറക്കണ സമയത്തേക്ക് ഫ്രൂട്ട്സും പിന്നെ അതേപോലെ ദോശയും ബാജിയും ചട്നിയും പിന്നെ പൊരികളും ഒക്കെ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നാളെ അത്താഴത്തിന് വേണ്ടി വരും, അല്ലെങ്കിൽ ഇശായിന് കഴിക്കുക എന്നുള്ള രീതിയിലാണ് പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദോശയുടെ മാവ് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. ബാജിക്ക് ഞാൻ ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടിയിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടണ പരിപാടി, പരത്തണ പരിപാടി കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം 2 ഫ്രൈ പാനും വെച്ച്, ഒരു ഫ്രൈ പാനുള്ളൂ ആകെ. അപ്പോൾ മറ്റേതും ജസ്റ്റ് പൊരിക്കണ ഫ്രൈ പാൻ, എന്നാലും വേണ്ടില്ല, വേഗം കഴിയാൻ വേണ്ടി ഞാൻ 2 വെച്ചിട്ട് പെട്ടെന്ന് തന്നെ 2 കൂടി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഉമ്മ കുട്ടീൻ്റെ അടുത്ത് നടക്കുകയാണ് കേട്ടോ. അവൻ
നല്ല കരച്ചിലാണ്. അപ്പോൾ ഇത് ചുട്ട് കഴിഞ്ഞിട്ട് ഉമ്മാക്ക് നോമ്പ് തുറക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം പത്തിരിയൊക്കെ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലതൊന്നും പൊള്ളക്കുണ്ടായിരുന്നില്ല, ചിലത് ഒന്നും കുഴപ്പമില്ലാണ്ട് നല്ല പൊള്ളക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടുതൽ കുത്തിപ്പിടിക്കാൻ നിന്നില്ല. എൻ്റെ ഈ സ്പാച്ചിലർ നാശമായി. കാരണം ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഓടി, പിന്നെ അത് എന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് നാശമായി. ഇനി ഒരു സെറ്റും കൂടി ഓർഡർ ചെയ്യണം. കുറച്ചും ക്വാളിറ്റി ഉള്ള ടൈപ്പിൽ ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സംഭവം കുറേ കാലമൊക്കെ നിന്നു കേട്ടോ. പക്ഷേ ഇത് ശരിക്കും നമ്മൾ ഉപ്പേരിയൊക്കെ കോരണ കയ്യിലാണ്, സ്പാച്ചുല മറ്റേതല്ല. അത് പെട്ടെന്ന് നാശമായി, കാരണം നല്ല യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പത്തിരിയൊക്കെ നന്നായിട്ട് ചുട്ട് അങ്ങനെ അടച്ചു, ചൂടാറി കഴിഞ്ഞിട്ടോ അടച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വാരാണ്ടായിരുന്നു. ഇന്ന് തുടക്കുന്നില്ല, അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. തുടക്കേണ്ട വലിയ കച്ചറൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ പൊടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. പിന്നെ പത്തിരി പരത്തിയതാണല്ലോ, അപ്പോൾ അതിൻ്റെയും പൊടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനിയിരുന്നു, കസ്റ്റമേഴ്സ് വന്ന് വാങ്ങി അതൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 4 മണിയായപ്പോൾ മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം തന്നെ പൊരിക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ പഴംപൊരി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇതിലൊരു അബദ്ധം പറ്റിയ ദോശമാവാണ് ഞാൻ പൊങ്ങാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ മറ്റേത് ദോശ ജസ്റ്റ് ഇങ്ങനെ പഴംപൊരി പൊന്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പഴം അതിലിട്ടിട്ട് ജസ്റ്റ് കറക്കിയെടുക്കുക ചെയ്യാറ്. പക്ഷെ ഇന്ന് ദോശമാവ് വെച്ചാൽ ചെറിയൊരു പുളി ഉണ്ടോ എന്ന് സംശയം. അങ്ങനെ പക്കവാടി പഴംപൊരി സെറ്റാക്കി കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാൻ കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ആ സമയത്ത് മക്കൾ പഠിക്കുകയാണ്, അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇരുന്ന് പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ ബാജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വേഗം തന്നെ ബാജിയൊക്കെ ഉണ്ടാക്കിട്ടോ. കുറച്ചുണ്ടാക്കിയുള്ളൂ, കാരണം ഞങ്ങൾക്ക് പത്തിരിയും ചിക്കൻ കറി നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ട്. പുസ്തകത്തിനുള്ളത് മാത്രം ഒരു 6 ദോശയും കുറച്ച് ബാജിയും കുറച്ച് ചട്നിയും ഒക്കെ ഒന്ന് ഉണ്ടാക്കി, കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ, കുറച്ച് മതി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ 2 ഐറ്റം കറിയും പിന്നെ അതേപോലെ കുറച്ച് പൊരി ഉണ്ടാക്കിയപ്പോൾ അടുക്കള യുദ്ധക്കളമായിരുന്നു. അപ്പോൾ അത് വേഗം തന്നെ അതൊക്കെ ക്ലീൻ ചെയ്തു. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് പ്ലേറ്റിലാക്കി വെച്ചു, ഞങ്ങൾക്കുള്ളതും പുസ്തകത്തിനുള്ളതും. പിന്നെ ഗ്യാസ് തുറച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല ചൂടുള്ള. ഞാൻ ചൂടാറി കഴിഞ്ഞിട്ട് പിന്നെ ചില്ലിൻ്റെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തുടക്കാറുള്ളൂ കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് പൊട്ടിത്തെറിച്ചു എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടാറിയ ശേഷമാണ് ഞാൻ തുടക്കാറ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു 6 മണിയായപ്പോൾ ഞാൻ ദോശ വേഗം ചൂടാൻ നിന്നു. കാരണം 6:15 6:30 പാത്രം കൊണ്ടുവരുമല്ലോ. അപ്പോൾ കറക്റ്റ് ഒരു 6:10 പാത്രം കൊടുന്നു, ദോശ ചുടലും കഴിഞ്ഞു. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു. ആ സമയത്ത് മക്കളോട് കുട്ടീനെ നോക്കാൻ പറഞ്ഞു. വാശിയുണ്ട്, എന്നാലും കുട്ടീനെ നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് വെക്കണ പാത്രമായിരുന്നു അതിൽ ഞാൻ കൊണ്ടിട്ട് ആദ്യം ബാജി ഇട്ടു. അപ്പോൾ അതൊന്ന് വേഗം ഒഴിവാക്കി പിന്നെയും അങ്ങനെ മാറ്റി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആക്കി കേട്ടോ. അങ്ങനെ വേഗം ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ പാത്രത്തിലാക്കി ചായയും ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിപ്പോൾ മഗ്‌രിബ് നോമ്പ് തുറന്ന ശേഷം കഴിക്കാനുള്ള ഫുഡുകളാണ് കേട്ടോ. ഇനി ഷായനും കൊണ്ടുവരും. റമളാനാണ്, നോമ്പാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്താഴത്തിനുള്ളതും കൂടി പത്തിരിയും ചിക്കൻ കറിയും കൂടി ആക്കി കൊടുക്കും, അല്ലെങ്കിൽ ഇഷാ കഴിക്കാനുള്ള ഫുഡാക്കി കൊടുക്കും. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തില്ല, പെരുന്നാളെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഒന്നിനും പറ്റിയില്ല. അപ്പോൾ ആൾ വന്ന് കൊണ്ടുപോയി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.